ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. തൊഴിൽ തടസ്സം സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും അനുഭവിക്കുന്ന സംഭവമാണ് തൊഴിൽ തടസ്സം. ഈ തൊഴിൽ തടസ്സം വരുവാൻ നമ്മുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് തൊഴിൽ തടസ്സം ഉണ്ടാവും. അപ്പോൾ ആ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അതിലൂടെ നമുക്ക് തൊഴിൽ തടസ്സം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വിഷയത്തിലോട്ട് കിടക്കാം. തൊഴിൽ തടസ്സം വീടിൻ്റെ ദോഷം കൊണ്ടുണ്ടാകുന്നത് എങ്ങനെ എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. സാധാരണ ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ 4 സ്ഥലങ്ങൾ, ഈ 8 ഇടത്തും ഓരോ കാര്യങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് വീടിൻ്റെ കിഴക്ക് ഭാഗം നമ്മുടെ അസുഖങ്ങൾ, അതായത് വീട്ടിലുള്ള വ്യക്തികളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തെക്ക് കിഴക്ക് ഭാഗം സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തെക്ക് ഭാഗം പ്രശസ്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പടിഞ്ഞാറ് ഭാഗം കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗം ഗ്രഹനാഥനുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. വടക്ക് ഭാഗം തൊഴിൽപരമായിട്ടും, അതേപോലെ വടക്ക് കിഴക്ക് ഭാഗം വിദ്യാഭ്യാസപരമായിട്ടുമാണ് നമുക്ക് വീടിനെ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു വീട് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ വീട് സ്ക്വയർ ആയിരിക്കണം. ദീർഘചതുരമോ സമചതുരമോ ആവാം. ഒരു കോണുകളും കട്ടായി പോകാൻ പാടില്ല. എങ്കിൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പം തെക്ക് കിഴക്ക് ഭാഗമാണ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഒത്തിരി നഷ്ടങ്ങളുണ്ടാവും. സാമ്പത്തികം കയ്യിൽ വന്നാൽ നിൽക്കാത്തൊരവസ്ഥയുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗമാണ് കട്ടായിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട്, ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ പഠനം അങ്ങ് ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അതേപോലെ തെക്ക് പടിഞ്ഞാറ് കട്ടാവുകയാണെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. കുടുംബത്തിനകത്ത് അവർ ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു പോകുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം നടക്കാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് കട്ടാവുകയാണെങ്കിൽ ഗ്രഹനാഥൻ, വീട്ടിലെ ഗ്രഹനാഥൻ വീഴും. മീൻസ് അവർക്ക് അസുഖങ്ങൾ വന്ന് കിടപ്പിലായി പോകും എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ 30 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് അനുഭവത്തിലൂടെ ഒത്തിരി കിട്ടിയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതൊക്കെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. നമ്മുടെ തൊഴിൽ ആദ്യം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു വീട് വാങ്ങിക്കുന്നു. ഇവരൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ വടക്ക് ഭാഗമാണ് നമ്മൾ തൊഴിൽ തടസ്സമുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൻ്റെ വടക്ക് ഭാഗത്ത് പുറത്ത് സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കണം. സെപ്റ്റിക് ടാങ്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ തടസ്സം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് വീടിൻ്റെ വടക്ക് ഭാഗം. അതേപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമാണ്, തൊഴിൽ തടസ്സം ഉണ്ടാവും. അപ്പോൾ വീട്ടിൻ്റെ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരികയോ അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് പറമ്പിൽ ഈ സെപ്റ്റിക് ടാങ്ക് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതേ പ്രോബ്ലംസ് നമ്മൾ അനുഭവിച്ച് മതിയാവുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൻ്റെ വടക്ക് ഭാഗത്ത് വേസ്റ്റ് കൂടി കിടക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്ത രീതിയിൽ കിടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വീടിൻ്റെ വടക്ക് ഭാഗത്ത് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ തെക്ക് കിഴക്ക് ഭാഗം എങ്ങനെ, ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് വീട് എടുക്കുവാനുള്ളത്. അപ്പം വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു സെപ്റ്റിക് ടാങ്ക് വന്നിട്ട് വെച്ചോളൂ, നമുക്കത് എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പം അതിനുള്ള റെമഡി നമ്മളവിടെ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്ത്, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വടക്ക് ഭാഗത്ത്, എല്ലാ ലിവിംഗ് റൂമിൻ്റെ വടക്ക് ഭാഗത്തൊക്കെ ഒരു ടോയ്ലറ്റ് വരികയാണെങ്കിലും അതിൻ്റേതായ റെമഡി നമ്മളവിടെ ചെയ്ത് വേണം അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ തൊഴിൽ, ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് വെച്ചോളൂ, നമുക്കൊരു നിസ്സാര റെമഡി നമുക്ക് ചെയ്യാം. ഒരു സ്റ്റോൺ, അതായത് ഈ ഒരു പാറ കഷ്ണം എടുത്ത് അതിനകത്തിട്ടാൽ മതി. അതിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കണ്ണിൽ കൊള്ളേണ്ടത് പുരയത്ത് കൊണ്ടുപോകും, ആ രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗം, നമുക്ക് വീടിൻ്റെ വടക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് കൊണ്ടെന്ന് വെച്ചോളൂ, നമ്മളെ ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗം നമ്മൾ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുക. വേസ്റ്റ് ഒന്നും വാരിയിടാതെയും അതേപോലെ തന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ഭാഗം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. കൂടാതെ ഈ ഫെങ്ഷുയിലെ ബേസിക് ഫെങ്ഷുയുടെ
തൊഴിൽ തടസ്സം മാറുവാനുള്ളത് ആമയുണ്ട്, ലോഹ ആമ. ഒരാമ വാങ്ങിയിട്ട് നമുക്ക് വടക്കോട്ട് തല തിരിച്ചിരിക്കത്തക്ക രീതിയിൽ, വീടിൻ്റെ വടക്ക് ഭാഗത്ത് തല വടക്കോട്ടിരിക്കത്തക്ക രീതിയിൽ ഒരാമ വെച്ചതിന് ശേഷം അതിൻ്റെ മെറ്റൽ ഉള്ള ഇതായിരിക്കും കിട്ടുന്നത്. അതിനകത്തൊരു മെറ്റൽ പ്ലേറ്റും അതിനകത്തൊരു ആമയൊക്കെ കിട്ടും. അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വച്ചേക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഈ തൊഴിൽ തടസ്സങ്ങൾ കുറേയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, വീടിൻ്റെ വടക്ക് ഭാഗം വീട് മൊത്തത്തിൽ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിടുക. നമ്മളൊരു പല വീടുകളിലും ഞാൻ നോക്കാൻ പോകുമ്പോൾ ആ വീട്ടിൽ കയറി നോക്കുമ്പോൾ ആ വീടിനുള്ള എങ്ങനെയാണ് ആ വീട് അവർ പരിപാലിച്ച് കൊണ്ടുപോകുന്നത് നോക്കുമ്പോൾ തന്നെ ആ വീട്ടിലുള്ള ആൾക്കാരുടെ തൊഴിൽ തടസ്സവും അല്ലെങ്കിൽ അസുഖവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ രീതി അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊണ്ടുപോകണം. അത് ഇപ്പം നമ്മൾ ചെയ്തത് വീടിൻ്റെ വടക്ക് ഭാഗത്ത് രാമ, ഇതേപോലത്തെ രാമ വാങ്ങിച്ചു വെച്ചാലും മതി കേട്ടോ. ഇതേപോലത്തെ ഒരു ആമ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു വയ്ക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഇതിനകത്ത് ഗുണമുള്ളതാണ്. ഈ 3 ആമ ഈ ടെറസിൽ ഇങ്ങനെ മീതെ ഇരിക്കുന്നത് അതേപോലത്തെ വാങ്ങിച്ചു വെച്ചത്. ഇത് വീടിൻ്റെ വടക്ക് ഭാഗത്ത് തല വടക്കോട്ട് തിരിച്ച് വെച്ചേക്കാം. വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. ചെറിയ ആമ ഒറ്റയ്ക്ക് കിട്ടുന്ന ആമയും കിട്ടും. അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാലും നമുക്ക് നീറ്റായിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ നമുക്കൊരു ലിവിങ് റൂമിൻ്റെയാണ്, ബെഡ്റൂമിൻ്റെ അല്ല, ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ഫിഷ് ടാങ്ക് വയ്ക്കാം. ചെറിയൊരു ഫിഷ് ടാങ്ക് വയ്ക്കുക. അതിനകത്ത് നമുക്ക് നല്ല ലൈവായിട്ടുള്ള എന്തെങ്കിലും നല്ല ഈ ഫിഷുകൾ വാങ്ങിച്ചിടുക. പിന്നെ ഈ അക്വറിയത്തിലൊക്കെ ആമയൊക്കെ വാങ്ങാൻ കിട്ടും. അതേപോലെ ഒരു ആമയൊക്കെ വാങ്ങിച്ച് വളർത്തിക്കഴിഞ്ഞാൽ ഈ തൊഴിൽ തടസ്സവും കാര്യങ്ങളും ഒക്കെ വളരെ നീറ്റായിട്ട് മാറും കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളും. വീടിൻ്റെ വടക്ക് ഭാഗം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിടുക. ഈ വടക്ക് ഭാഗത്ത് ക്ലീൻ ആയിട്ടിരിക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ തൊഴിൽപരമായിട്ടുള്ള തടസ്സം മാറും. നമുക്ക് തൊഴിലിൽ ഉയർച്ച, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടും. അപ്പം തൊഴിൽപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് എന്തോ ദോഷമുണ്ട്, അതനുസരിച്ച് നമ്മൾ ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ പീരീഡ് 9 ആണ്. പീരീഡ് 9ൽ 5 എന്ന് പറയുന്ന സ്റ്റാർ നിൽക്കുന്നത് പോലും വടക്ക് ഭാഗത്താണ്. അപ്പം ഈ വരുന്ന 20 വർഷം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു വർഷമാണ്. അപ്പം ഈ പീരീഡ് 9ൽ വടക്ക് ഭാഗമൊക്കെ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതനുസരിച്ച് കൊണ്ടുപോയിക്കോളൂ. കൂടാതെ വേറെ ഒന്നുമില്ല. അടുത്തതിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള എങ്ങനെയാണെന്ന് ഒരു ടിപ്സായിരിക്കും അടുത്തതിൽ തരുന്നത്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ. ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകളൊക്കെ നമുക്ക് അതിൽ തരാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കൂ. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്തിട്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റും ഓഫ് ബർത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.